നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താടാ നിന്നേക്കൊന്ന് മോൻ കാണിക്കണെങ്കിലേ ഞാനിങ്ങനെ കാത്തു കിട്ടിയിരിക്കണോ? അല്ലണ്ണ, അമ്മയ്ക്ക് വയ്യായിരുന്നു, അതാ താമസിച്ചത്. ആ അത് വിട്. നിന്റെ കൂട്ടുകാരെന്തേ? എന്റെ ഫോണിന് ഔട്ട് ഗോയിങ് ഇല്ലണ്ണ, അതുകൊണ്ട് അവന്മാരെ വിളിക്കാൻ പറ്റിയില്ല. അല്ല, എന്താണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? നീ ഇങ്ങനെ പിടയ്ക്കാതെ പറയാം. അണ്ണ. എന്താടാ കാര്യം പറ. അണ്ണ, അത് എനിക്ക് കുറച്ച് പൈസ വേണം, അമ്മയുടെ ചികിത്സയ്ക്കാ. ഞാൻ പറയുന്ന ജോലി ചെയ്താലേ നീ ചോദിക്കുന്ന കൂലി ഞാൻ തരും. അണ്ണൻ പറയുന്ന എന്ത് ജോലി ഞാൻ ചെയ്യും. എങ്കിലേ ആ അസ്ഥിത്തറ നീ പൊളിക്കണം. സുധിയുടെ അല്ല, ദേവികയുടെ സുധിയേട്ടന്റെ അസ്ഥിത്തറ. അയ്യോ അണ്ണ, എനിക്ക് പേടിയാ. എടാ, അതിന് നീ രാത്രിയിലൊന്നും പോകണ്ട, പകൽ വെട്ടത്ത് ചെയ്താൽ മതി. ഒരു 5 മിനിറ്റിന്റെ പണിയേ ഉള്ളൂ. ഇപ്പൊ തന്നെ വിട്ടോ, ആരും ഇല്ലാത്ത സമയം നോക്കി പണി നടത്തണം. എല്ലാം ഞാൻ കൃത്യമായി ഫോണിലൂടെ പറയാം. എന്നാലും അണ്ണ, അമ്മയുടെ ചികിത്സക്ക് നിനക്ക് പൈസ വേണോ? ആ വേണം. ആ എങ്കിൽ ഇത് ചെയ്യണം. ആ ദേവിയുടെ കണ്ണുനീരെനിക്കൊന്ന് കാണണം. അവിടെ കുരിയാലയും ആത്മാവിനെ പൂജിക്കലും. ഇത് അഡ്വാൻസ്, ബാക്കി പണി കഴിഞ്ഞു. ആ പിന്നെ ഒരു കാര്യം, അവിടെ ഇരിക്കുന്ന ചിതാഭസ്മ കലശം പൊട്ടാതെ ഭദ്രമായി എടുത്തുകൊണ്ട് എന്നെ ഏൽപ്പിക്കണം. അതെന്തിനാ അണ്ണ? അതാ ശരത്തിന്റെ ബ്രഹ്മാസ്ത്രം. അത് വെച്ചൊരു കളിയുണ്ട്. പോകുന്ന വഴി ഒരു ബാഗ് വാങ്ങണം, ഒരു കാർട്ടൂൺ ബോക്സും. കലശം അതിൽ വെച്ച് വേണം കൊണ്ടുവരാൻ, അല്ലെങ്കിലേ അത് തവിടുകൂടിയേ. ആ പിന്നെ നിന്റെ കൂട്ടുകാരെ ഒന്നും കൂട്ടണ്ട, ഒറ്റയ്ക്ക് പോയാൽ മതി, അതാ സേഫ്. ശരിയണ്ണ. ഒരു കമ്പിപ്പാര് കൊട്ടുവടിയോ എല്ലാം കരുതിക്കോ, എല്ലാം അടിച്ച് പൊളിക്കേണ്ടതാ. കേട്ടോളിയാ, ജൂണിലെ എന്റെ പുതിയ ബിസിനസ് തുടങ്ങുന്നതോടുകൂടി കാര്യങ്ങളെല്ലാം മാറും. പിന്നെ നമ്മൾ ആരാ? ശതകോടീശ്വരന്മാർ. എന്റെ പൊന്നളിയ, ഈ ശതകോടീശ്വരന്മാരൊന്നും ആവണ്ട. പിന്നെ മനുഷ്യന് സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ചാ മതി. ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നൻ ആരാണെന്ന് അളിയനറിയോ? ബിൽ ഗേറ്റ്സ് അല്ലേ? അല്ല, പിന്നെ സ്വസ്ഥമായിട്ട് ഉറക്കം കിട്ടുന്നയാള്. ഉള്ളിച്ചമ്മന്തിയാണ് കൂട്ടാനെങ്കിലും ഉള്ള കഞ്ഞി രുചിയോടെ കുടിക്കണം. അങ്ങനെയാണെങ്കിലേ അളിയന്റെ ചേച്ചിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. സദാസമയം ഉറക്കമല്ലേ?
അളിയാ, എന്താളിയാ എന്താളിയാ അളിയാ? നെഞ്ചുവേദന അളിയാ. അയ്യോ, എന്ത് പറ്റി അളിയാ? നെഞ്ചും അയ്യോ, നെഞ്ചും വല്ലാതെ പിടയ്ക്കുന്നു. അയ്യോ, എന്റെ ജീവൻ ജീവൻ കത്തിയ ചാരം. അളിയ എന്തോ ഈ പറയുന്നേ? അളിയ എന്താ എന്താ? അളിയ ഞാൻ ഓടിക്കണം. എന്ത് പറ്റിയില്ല? പാർവതി, ഞാൻ ഇറങ്ങുവാണേ. മനോഹരേട്ടാ, ഊണ് കഴിച്ചിട്ട് പോയാ പോരെ? എന്റെ പാർവതി, ഊണൊക്കെ വന്നിട്ട് കഴിക്കാം. ആദ്യം ആ സ്റ്റീഫന്റെ പൈസ കൊടുത്തിട്ട് ആ ശല്യം ഒന്ന് ഒഴിവാക്കാനുള്ള വഴിയൊന്ന് നോക്കട്ടെ. എന്തൊരു ശബ്ദം കേട്ടെ? അയ്യോ മനോഹരേട്ടാ, എന്തുവാടാ ഇത്?